ശബരിമല മുഴുവൻ കേരളത്തിലെ വിശ്വാസികൾ മാത്രമല്ല എല്ലാവരും അമ്പരം നോക്കിയാണ്. കാരണം ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ള കേട്ടുകേൾവിയില്ലാത്തൊരു കാര്യമാണ്. രണ്ടു മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും CPM-ന്റെ സമുദായ നേതാക്കൾ ചെയ്യില്ല. അതിന്റെ അന്വേഷണം ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ നടക്കി. നമുക്ക് അതിനകത്ത് പൂർണ്ണമായ വിശ്വാസം. പക്ഷെ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് SIT-യുടെ മീതെ സമ്മർദ്ദം ചെയ്തു. കാരണം മുൻ ദേവസ്വം മന്ത്രിയെ ചോദ്യം ചെയ്യാനും തുടർ നടപടികൾ സ്വീകരിക്കാനും ഈ തെരഞ്ഞെടുപ്പ് വരെ അത് മാറ്റിവെക്കണമെന്നുള്ള സമ്മർദ്ദം SIT-യുടെ മീതെയുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പ് കാലത്ത് അതൊരു വിവാദമാണ്. അപ്പൊ തെരഞ്ഞെടുപ്പ് കാലത്ത് ഗൗരവതരമായി ചർച്ച ചെയ്യപ്പെട്ട വിഷയം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള തന്നെയാണ്. പിന്നെ മുഖ്യമന്ത്രി കുറെ ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ മുഖ്യമന്ത്രിയുമായിട്ടൊരു തുറന്ന സംവാദത്തിന് തയ്യാറായി. ഞാൻ വെല്ലുവിളിക്കുന്നതല്ല, ഞാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കാൻ ആരെയും വെല്ലുവിളിക്കാറില്ല. സംവാദത്തിന് ആരെയും വെല്ലുവിളിക്കാൻ ഞാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നൊന്നുമില്ല. പക്ഷെ ഞാൻ മുഖ്യമന്ത്രിയുമായി അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും ഒരു തുറന്ന സംവാദം തയ്യാറാണ്. അദ്ദേഹം പറഞ്ഞൊരു ഒരുപാട് അബദ്ധങ്ങളും തെറ്റുകളും അദ്ദേഹത്തിന്റെ എന്നോടുള്ള ചോദ്യങ്ങളിലുണ്ട്. ഒന്ന്, വിഴിഞ്ഞം തുറമുഖത്തിനെതിരായി അതിശക്തമായ സമരം പ്രതിപക്ഷം നടത്തിയെന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രതിപക്ഷം സമരമൊന്നും നടത്തിയിട്ടില്ല. വിഴിഞ്ഞം തുറമുഖത്തിനെതിരായി സമരം നടത്തിയിട്ടില്ല. മറിച്ച് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഈ തുറമുഖം കൊണ്ടുവന്ന സമയത്ത് പ്രഖ്യാപിച്ച സമയത്ത് ഇത് 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ആണ്, അഴിമതിയാണ് എന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറി ആയിരുന്നു ശ്രീ പിണറായി വിജയൻ. അദ്ദേഹമാണ് അതിന്റെ എതിർത്തത്. മാത്രമല്ല, അന്നത്തെ CPM-ന്റെ മുഖപത്രമായ ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജിൽ കടൽ കൊള്ള എന്നാണ് വന്നത്. അപ്പൊ കടൽ കൊള്ളയെന്നും റിയൽ എസ്റ്റേറ്റ് ഇടപാടെന്നും പറഞ്ഞ് ഈ വിഴിഞ്ഞം തുറമുഖത്തിനെതിരായി നിലപാടെടുത്തത് ശ്രീ പിണറായി വിജയനാണ്. അദ്ദേഹം അത് മറന്നുപോയത് ഇപ്പൊ ഓർമ്മിപ്പിക്കാൻ ഈ അവസരം കിട്ടി. എന്നിട്ട് ഇപ്പൊ വിഴിഞ്ഞം തുറമുഖത്തിന്റെ അവകാശവാദം അദ്ദേഹം ഉന്നയിക്കുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥാപാത്രമായ എട്ടുകാലി മമ്മൂഞ്ഞിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ്. രണ്ടാമതൊരു കാര്യം അദ്ദേഹം പറഞ്ഞത് വയനാട് തുരങ്കത്തിലെയും തീരദേശ ഹൈവേയും ഞാൻ എതിർത്തുവല്ല. ഞാനത് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വളരെ കൃത്യമാണ്. പാരിസ്ഥിതിക ആഘാത പഠനം നടത്താതെ ഈ 2 പരിപാടിയും നടത്തരുത് എന്നാണ് പറഞ്ഞത്. കാരണം ഞാനിത് പറഞ്ഞതിന് ശേഷമാണ് വയനാടിൽ വലിയ ലാൻഡ്സ്ലൈഡ് ഉണ്ടായത്, വലിയ അപകടമുണ്ടായി, ഇത്രയും ആളുകൾ മരിച്ചത്. അതിനുശേഷം അതായത് ഈ പശ്ചിമഘട്ട മലനിരകൾ എന്ന് പറയുന്നത് വളരെ നിർണായകമായ, വളരെ ശ്രദ്ധിക്കേണ്ട സ്ഥലമാണ്. കാരണം നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടായ സമയത്ത് അതിതീവ്ര മഴ ഉണ്ടായതാണ് അവിടുത്തെ അന്നത്തെ ലാൻഡ്സ്ലൈഡിന് കാരണം. അപ്പൊ ഈ പശ്ചിമഘട്ട മലനിരയിൽ നടത്തുന്ന ഏതിടപെടലുകളും കാലാവസ്ഥാ വ്യതിയാനം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകത്തെ ആശ്രയിക്കാതെ ചെയ്യരുത്. തീരദേശത്ത് ഇതുപോലെ തന്നെ ഈ 2 സ്ഥലത്താണ് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഏറ്റവും വലിയ ആഘാതം ഉണ്ടായിരിക്കുന്നത്. തീരം കയറിക്കൊണ്ടിരിക്കുകയാണ്, തീരപ്രദേശത്ത് കയറിക്കൊണ്ടിരിക്കുകയാണ്, തീരശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നിങ്ങൾ കാണുന്ന വീട് മത്സ്യത്തൊഴിലാളികളുടെ വീട് അടുത്ത മൺസൂൺ കഴിയുമ്പോൾ കാണുന്നില്ല. അപ്പൊ കാലാവസ്ഥാ വ്യതിയാനം ഗുരുതരമായ ആഘാതമുണ്ടാക്കിയ 2 സ്ഥലത്ത് വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ പാരിസ്ഥിതിക ആഘാത പഠനം നടത്തുന്നതും കാലാവസ്ഥാ വ്യതിയാനം മുഖ്യമായി പഠിക്കണം എന്നുള്ളത് അത് ഉദാത്തമായ കാഴ്ചപ്പാടാണ്. ഞാൻ ആ കാഴ്ചപ്പാടിൽ ഇപ്പോഴും ഉറച്ചു. അത് ഇന്നത്തെ കാലഘട്ടത്തിൽ, കാരണം 195 രാജ്യങ്ങളുടെ ഈ കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ചുള്ള അവരുടെ റിപ്പോർട്ട്, IPCC റിപ്പോർട്ടും അതിന്മേലുള്ള അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ റിപ്പോർട്ടും സഭയിൽ കൊണ്ടുവന്ന പ്രതിപക്ഷമാണ് ഞങ്ങളുടെ ഗൗരവത്തോടുകൂടി ചർച്ച. കാരണം അറബി കടൽ ഉൾപ്പെടെ വളരെ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കാലാവസ്ഥാ വ്യതിയാനം. അപ്പൊ ഇനി കേരളത്തിൽ നടക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും തുടങ്ങുന്നതിന് മുമ്പ് കാലാവസ്ഥാ വ്യതിയാനം. പിന്നെ വിഴിഞ്ഞത്ത് വികസനത്തിന്റെ ഇരകളുണ്ടായി. അവിടെ 450 കുടുംബങ്ങൾ അവിടുത്തെ ഒരു സിമന്റ് ഗോഡൌണിൽ അടയ്ക്കപ്പെട്ട് മാസങ്ങളോളം അവർക്ക് പുനരധിവാസം ഇല്ലാതായപ്പോ ഞങ്ങൾ തേങ്ങ കൈകൂപ്പിയാണ് ഞാൻ ഗവൺമെന്റിനോട് പറഞ്ഞത് അവർക്ക് കൊടുക്കണമെന്ന്. അപ്പൊ പ്രസവിച്ച കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള ആളിനെ അത് ഞാൻ കണ്ടത്. ഒരാഴ്ച മുമ്പ് പ്രസവിച്ചു കുഞ്ഞിനെ ഉൾപ്പെടെയുള്ള ആളിനെ ഞാൻ കണ്ടത്. അത് പുനരധിവാസം വേണം. ആ പുനരധിവാസത്തിന് വേണ്ടിയിട്ടാണ് തിരുവനന്തപുരം രൂപതയുടെ നേതൃത്വത്തിൽ സമരം നടത്തിയത്. ആ സമരത്തിന് ഞങ്ങൾ പിന്തുണ കൊടുക്കുന്നില്ല. ഉമ്മൻചാണ്ടി സർക്കാരിന് പണം മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു കൂടി അതിന് ചെലവാക്കി, മനസ്സിലായി. പിന്നെ ലൈഫ് മിഷന്റെ കാര്യം MMS പറഞ്ഞത്
ലൈഫ് മിഷന്റെ എന്താ ഞങ്ങൾ പറഞ്ഞത് 5 പദ്ധതികൾ ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് ഉണ്ടായിരുന്നത് സംയോജിപ്പിച്ചാണ് ലൈഫ് മിഷൻ പദ്ധതി. ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് ഈ 5 പദ്ധതിയിലും കൂടി 4,55,000 വീട് പണിതപ്പോ ഇവര് 10 വർഷം കൊണ്ട് അത്രയും വീട് പണിതെത്തു. അപ്പൊ അന്നത്തെ പണിതതിന്റെ പകുതി വീട് മാത്രമാണ് ഈ LDF കാലത്ത് പണിതത്. ശരിക്കും ആ UDF കാലത്ത് 5 വർഷം കൊണ്ട് പണിത അത്ര വീട് മാത്രമേ ഈ ലൈഫ് മിഷൻ ഉണ്ടായതിനു ശേഷം പണിതെത്തി. അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. SC വിഭാഗങ്ങൾക്ക് പ്രശ്നമുണ്ട്, ST വിഭാഗങ്ങൾക്ക് പ്രശ്നമുണ്ട്, മത്സ്യത്തൊഴിലാളികൾക്ക് പ്രശ്നമുണ്ട്. കാരണം അവരുടെയൊക്കെ സെപ്പറേറ്റ് പദ്ധതിയായി നിന്ന കാലത്ത് പണിതത്ര വീടുകൾ ഇപ്പോൾ പണിയാൻ പറ്റുന്നില്ല. അത് ഗൗരവത്തോടു കൂടി അത് ലൈഫ് മിഷന്റെ ഇപ്പോഴത്തെ ഘടന ഞങ്ങൾ പുനഃപരിശോധിക്കുക എന്ന് പറഞ്ഞാൽ ഒരു തെറ്റില്ല. ഞങ്ങൾ പുനഃപരിശോധിക്കും. അന്നത്തെ ഞങ്ങൾ 5 ലക്ഷം വീട് ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞു 5 കൊല്ലം കൊണ്ട്. അത് ഞങ്ങളുടെ കോൺഫിഡൻസ് എന്താണ്? ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് 4,55,000 വീട് പണിതതിന്റെ കോൺഫിഡൻസ് ആണ്. അപ്പൊ ഞങ്ങൾ 5 വർഷം കൊണ്ട് 5 ലക്ഷം വീട് പണിയാന്ന് പറഞ്ഞാൽ നടക്കില്ല. ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇതൊക്കെയാണ് അദ്ദേഹം ഉന്നയിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഇതിലൊന്നും ഒരു അടിസ്ഥാനമില്ല. ഇതൊന്നും കൊണ്ട് ഈ ശബരിമലയുടെ സ്വർണ്ണക്കൊള്ള ഇല്ലാതാവുന്നില്ല. അത് തന്നെ നാളെ നടക്കുന്ന തെരഞ്ഞെടുപ്പിലും അത് പ്രധാനപ്പെട്ട ചർച്ച തന്നെയാവുന്ന സംശയമില്ല. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചൊരു ഗുരുതരമായ കാര്യമാണ് രാജ്യാന്തര പുരാവസ്തു വിൽക്കുന്ന സംഘടന ഈ സ്വർണ്ണം 1998 സ്വർണ്ണം വിറ്റഴിച്ചു എന്നുള്ളൊരു നേടിയെടുക്കാനുള്ളൊരു ഗൗരവതരമായ ഒരു കാര്യമാണ് അദ്ദേഹം ഉന്നയിച്ചത്. അത് ഹൈക്കോടതി വിധിയിൽ തന്നെയുണ്ട്. ഇന്റർനാഷണൽ റാക്കറ്റുകൾ, അതായത് ഇതുപോലുള്ള ക്ഷേത്രങ്ങളിൽ നിന്നെല്ലാം മോഷ്ടിക്കപ്പെടുന്ന അമൂല്യമായ വസ്തുക്കൾ വലിയ വിലക്കാണ് വിൽക്കുന്നത്. അതായത് ഈ സ്വർണത്തിന്റെ വിലയല്ല, അതിന്റെ വാല്യൂ ആണ്. ശബരിമല ധർമ്മശാസ്താവിന്റെ ശ്രീകോവിലിന് മുമ്പിലുണ്ടായിരുന്ന ദ്വാരപാലക ശില്പം എന്നുള്ളൊരു വാല്യൂ ഉണ്ട്. ഹൈക്കോടതി ഞാനാണ് ആദ്യം പറഞ്ഞത് ഒരു കോടീശ്വരത്തിൽ വിറ്റു എന്ന് പറയാനാണ് എനിക്ക് കടകംപള്ളി സുരേന്ദ്രൻ നോട്ടീസ് അയച്ചത്. പിന്നെ കോടതി തന്നെ പറഞ്ഞത് കോടീശ്വരത്തിൽ വിറ്റിരിക്കുകയാണ്, ഏതിൽ ഫുൾ പർച്ചേസ്. കോടതി തന്നെ ഈ ഇന്റർനാഷണൽ റാക്കറ്റിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ രമേശ് ചെന്നിത്തല അദ്ദേഹം ഞാനുമായിട്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന് ഒരാൾ ഇങ്ങനെ ഇൻഫർമേഷൻ കൊടുത്തു, ഇത് വലിയ തുകയ്ക്കാണ് വിറ്റിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം ആ ആളെ മൊഴിയെടുക്കണം. SIT എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ ഗൗരവമുള്ള കാര്യം. ഹൈക്കോടതി വിധി പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ്. അല്ലാതെ ഞങ്ങൾ എക്സാജറേറ്റ് ചെയ്യുന്ന അതിശയോക്തിപരമായിട്ട് ഞങ്ങൾ പറയുന്ന കാര്യമില്ല. ഈ ഇന്റർനാഷണൽ റാക്കറ്റിനെ കുറിച്ച് ഹൈക്കോടതി വിധിയിൽ തന്നെ ഉണ്ട്, ഓൾറെഡി ഉണ്ട്. ആ റാക്കറ്റിന് വിറ്റിരിക്കാം എന്നുള്ള സംശയമാണ് ഇതിനകത്ത് പ്രകടിപ്പിച്ചിരിക്കുന്നത്. കാരണം ഇതിന്റെ അകത്ത് സ്വർണത്തിന്റെ 19 കിലോ സ്വർണത്തിന്റെ അല്ല, അതിന്റെ അപ്പുറത്തെ വാല്യൂ ആണ്. അതാണല്ല ഒരു പ്രാവശ്യം കട്ട് കഴിഞ്ഞപ്പോ ആരും പുറത്താകുന്നില്ല. 2019 ഇപ്പോഴാണ് വീണ്ടും 2026 ഒന്നും കൂടി കക്കാൻ പോയത്. ഒന്നും കൂടി പൂശേണ്ട ആഗ്രഹം അത് കോടതി പറഞ്ഞിട്ട് ആദ്യം നടന്നത് ഇവർക്ക് മാത്രമേ അറിയുള്ളൂ. സാധാരണ കള്ളന്മാരും ചെയ്യും, 3 പ്രാവശ്യം മോഷ്ടിക്കും. 3-4 കൊല്ലം ആരും പറഞ്ഞില്ലെങ്കിൽ അവരെ എന്ത് ചെയ്യും, വീണ്ടും കക്കാൻ പോകും. അതാണ് ഇവിടെ 2024 വീണ്ടും കക്കാൻ അറിയില്ല. ആ കോടതി ഇടപെട്ടില്ലെങ്കിൽ ആ തങ്കവയ്ക്കലുകൊണ്ട് ഉജ്ജ്വലമായ വിജയം UDF ഉജ്ജ്വലമായ ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ ഹൈക്കോടതി നേരിട്ട് അത് അന്വേഷിച്ച് ഹൈക്കോടതി തന്നെ ഗവൺമെന്റിനെ ഏൽപ്പിക്കുക. അതൊരു SIT ഫോം ചെയ്ത അന്വേഷണത്തിന് ഞങ്ങൾക്കത് കൃത്യമാണ്. അവർ നന്നായി അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ മീതെ ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അവരുടെ മീതെ വലിയ സമ്മർദ്ദം. അതിന് വഴങ്ങില്ല എന്നത് ഞാൻ കരുതുന്നു. കാരണം ഹൈക്കോടതിക്കാണ് അത് നേരിട്ട് റിപ്പോർട്ട് കൊടുക്കുന്നത്. ഞാൻ SIT അന്വേഷണത്തിന് വിശ്വാസം ഞാൻ രേഖപ്പെടുത്തിയിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത് വാസുവിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വലിയ സമ്മർദ്ദം SITയുടെ മീതെ. എന്നിട്ട് അവരത് ചെയ്തു. രണ്ടാമത്തെ ആൾക്ക് അറസ്റ്റ് ചെയ്തു. രണ്ടാമത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തു. ഇനി അങ്ങോട്ട് പോകാൻ വേണ്ടി ഇലക്ഷൻ കഴിയട്ടെ എന്നുള്ള ഒരു സമ്മർദ്ദം അവരുടെ മീതെ ഉണ്ട്. പിന്നെ അവര് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ തന്നെയല്ലേ. അത് അന്വേഷണത്തിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് SIT ചോദ്യം ചെയ്യുന്നത്. നമ്മൾ അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനൊന്നും അന്വേഷണത്തിലൊന്നും നമ്മൾ ഇടപെടുന്നില്ല. പക്ഷെ വിശദമായ അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകണം എന്ന കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായിട്ടും അതെല്ലാം അന്വേഷണത്തിന്റെ ഭാഗമാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും പ്രസിഡന്റുമാരുടെയും മെമ്പർമാരുടെയും എല്ലാവരുടെയും മൊഴി എടുക്കണം. ഇപ്പൊ പോയ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ വിളിച്ച് ചോദ്യം ചെയ്യണം. കാരണം രണ്ടാമത് 5 കൊല്ലം പോയ മനസ്സിലായില്ലേ. രണ്ടാമത് അതായത് ദേവസ്വം കമ്മീഷൻ കൊണ്ടുപോയെന്ന് പറഞ്ഞു. ഉടനെ തന്നെ പറഞ്ഞിരിക്കട്ടെ. ഞാൻ പറഞ്ഞിരിക്കുന്നത് 10 ദിവസം കഴിഞ്ഞപ്പോൾ മാറ്റം പറഞ്ഞു. അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇടപെട്ടിട്ടാണ്. ഇവിടേക്കാണെങ്കിൽ വിഷയം പറ്റുള്ളൂ, കൊണ്ടുപോയേ പറ്റുള്ളൂ. ഉണ്ണികൃഷ്ണൻ പോലുള്ള കയ്യിൽ തന്നെ കൊടുത്തേ പറ്റുള്ളൂ എന്നുള്ള വാശി ഇപ്പൊ ഈ പോയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉണ്ടായിരുന്നു.
അപ്പൊ അതൊക്കെ ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അതെല്ലാം വരുവാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടൊക്കെ സാമ്പത്തിക സ്ഥിതി കൂടി അന്വേഷിക്കും. തീർച്ചയായിട്ടും അത് വരണമല്ലോ, ഇവർക്ക് ഉറപ്പായിട്ട് വരണമല്ലോ. അവരൊക്കെ ഏത് സ്ഥിതിയിലായിരുന്നു, നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോഴത്തെ അവരുടെ സ്ഥിതി എന്താണ് അന്വേഷിക്കുമ്പോൾ അറിയാൻ പറ്റും. ചേട്ടാ മൊബൈൽ മതിയേട്ടാ. ഉപാധികളോട് ജാമ്യം അപ്പോ അതല്ല നമുക്ക് അത് നിയമത്തിന്റെ വഴിക്ക് പോകേണ്ടതാണ് KPCC പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. ഈ കാര്യം ഞങ്ങൾ നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ജാമ്യം വന്ന നിലയ്ക്ക് അതൊക്കെ നിയമപരമായിട്ട് ആദ്യം അതിജീവിതയെ അധിക്ഷേപിച്ചു. ഇപ്പൊ രണ്ടാമത് ലീഗിന് കേസ് വന്നപ്പോൾ ലീഗിനെ ഞാൻ രാവിലെ കേസ് ഫെയിൽ ചെയ്തു, പകുതി ഫെയിൽ ചെയ്തു, പകുതി അപ്പൊ പ്രോസിക്യൂഷൻ സ്റ്റോറിൽ പോയി. അപ്പൊ അന്വേഷണം പോകണം പ്രോസിക്യൂഷൻ. അത് സ്വാഭാവികമായിട്ട് സാമാന്യ നിയമബോധമുള്ള എല്ലാവർക്കും അറിയാമല്ലോ. പ്രോസിക്യൂഷൻ അപ്പീലിൽ പോകണമെന്ന് എല്ലാവർക്കും അറിയാം. അത് കഴിഞ്ഞ അഭിപ്രായം ഞാൻ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് KPCC പ്രസിഡന്റ് അതേ അഭിപ്രായം തന്നെ ഞങ്ങൾ എല്ലാ നേതാക്കളും പറഞ്ഞു. അത് പ്രാവശ്യം പറഞ്ഞപ്പോ ഒരു സ്ലിപ്പ് ഉണ്ടായെന്ന് തോന്നുന്നു. പിന്നീട് അദ്ദേഹം ഇറക്കിയതല്ലോ. അതല്ലല്ലോ നമ്മുടെ അഭിപ്രായം അതല്ലാന്ന് ക്ലിയർ ആയല്ലോ. UDF-ന്റെയും KPCC-യുടെയും അഭിപ്രായം കൃത്യമല്ല, അതിന് നല്ല ക്ലാരിറ്റി ഉണ്ട്. അറിയാലേ നല്ല അല്ല, അത് കൺവീനർ അത് അദ്ദേഹം പറഞ്ഞ അദ്ദേഹം തെറ്റിദ്ധരിച്ചാണ്, നിങ്ങൾ തെറ്റിദ്ധരിച്ചാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ അഭിപ്രായം അല്ല, അദ്ദേഹം ആദ്യം പറഞ്ഞതല്ല ഞങ്ങളുടെ അഭിപ്രായം. അത് എല്ലാവരും വ്യക്തമാക്കി. ഇനി അത് കോൺഗ്രസ് KPCC പ്രസിഡന്റിന്റെ ഒപ്പം തന്നെ കറക്റ്റ് ചെയ്തില്ല. നിങ്ങൾ അദ്ദേഹത്തോട് പോയി ചെയ്യും. ജാമ്യം ഉപാധികളോട് ജാമ്യം ലഭിച്ച യുഡിഎഫിന്റെ നിലപാടിൽ നിന്ന് UDF-ന്റെ നിലപാടിൽ മാറ്റമില്ല, KPCC അത് ഒറ്റവാര്യ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതിപ്പോ ഇലക്ഷൻ സമയത്ത് ഇപ്പൊ സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൂടി കഴിയട്ടെ, പോളിംഗ് കൂടി രണ്ടാമത്തെ പോളിംഗ് കൂടി കഴിയട്ടെ. ഇപ്പൊ ഈ കഴിഞ്ഞ 30 ദിവസവും നടക്കില്ലല്ലോ. ഇപ്പൊ 35 ദിവസം സ്ഥാനാർത്ഥി നിർണ്ണയം ഞങ്ങളുണ്ടാവും. തീർച്ചയായിട്ടും ഇതിന്റെ അകത്ത് അയ്യപ്പൻ, ഞാൻ പറഞ്ഞു അയ്യപ്പത്തിന് മാത്രം കേരളം മുഴുവൻ ഉന്നതരായ 2 സീറ്റ് അതിനേക്കാൾ ആരെല്ലാം അവതരിപ്പിച്ച് അവർക്കെതിരെ നടപടിയെടുക്കില്ലെന്ന്. ഇത് അയ്യപ്പന്റെ സ്വന്തം ജയിലിൽ പോയ ഉന്നതരായ നേതാക്കൾക്കെതിരായി നടപടിയെടുക്കില്ല. പാർട്ടി സെക്രട്ടറിക്ക് ജയിലിലാണ്. ഞാൻ എല്ലാ ചോദ്യത്തിന് ഞാൻ പറയുന്നു മറുപടി ജയിലിനെ ഉന്നതരായ നേതാക്കൾ ജയിലിലാണ് അകത്താണ്. രണ്ടാമത് ജാമ്യം കൊടുത്തില്ല, രണ്ടാമത്തെ കേസിൽ കൂടി നടപടി എടുക്കില്ല. അതെന്തെന്ന് എനിക്കറിയാം, പേടിച്ചിട്ടാണ്. അവര് വല്ലതും വേറെ ആരും പേര് പറയാൻ പേടിയാ, സ്വാഭാവികമായിട്ട്. അതുകൊണ്ട് ശരി.